ഹലോ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ബുഡാപെസ്റ്റ് രാവിലെ തന്നെ റെഡിയായി കോഫിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ സെൻറ്റ് സ്റ്റീഫൻ ബസിലേക്ക് കാണാനായിട്ട് വിട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ജെയിൻ വീൽ പാസ് ചെയ്ത് സെൻറ്റ് സ്റ്റീഫൻ ബസിലേക്ക് എത്തി. ഓൺലൈനൊക്കെ ടിക്കറ്റ് എടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഉള്ളൊക്കെ കാണാനായിട്ട്. അവിടെ നിന്ന് തന്നെയുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പോകുന്ന വഴിക്ക് ഒരു മിനി സ്റ്റാച്യു ഇതുപോലെ കാണാൻ പറ്റുട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് ബുഡാപെസ്റ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് പാർലമെൻറ്റിലാണ്. ഞാൻ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ നോക്കിയായിരുന്നു, പക്ഷേ സോൾഡ് ഔട്ട് ആയിരുന്നു. സോ ഞാൻ വിസിറ്റിംഗ് സെൻറ്ററിൽ അന്വേഷിച്ചപ്പം നെക്സ്റ്റ് ഡേ 8 മണിക്ക് അവർ ടിക്കറ്റ് സെല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി ഷൂസ് ഓൺ ദി ഡാന്യൂബ് കാണാൻ പോയി. ഷൂസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് കൊല്ലപ്പെട്ട ജ്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ നടന്ന് ഈ ചെയിൻ ബ്രിഡ്ജ് പാസ് ചെയ്താൽ ബുഡാപെസ്റ്റിൻ്റെ ബെസ്റ്റ് സൈഡ് എത്തും. ഇതാണ് ഫിനിക്കിലാറ്. ഇതിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ക്യൂ കാരണം നമ്മളതിൽ കയറിയില്ല. ഇതാണ് ബുഡാ കാസിൽ. ഇവിടെ നിന്ന് നമുക്ക് ബുഡാപെസ്റ്റിൻ്റെ നല്ലൊരു ടോപ്പ് വ്യൂവും കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫൗണ്ടെയിൻ ഓഫ് കിങ് മത്തിയാസ്. അവിടെ നിന്നൊരു 10 മിനിറ്റ്സ് നടന്നാൽ നമുക്ക് ഈ മത്തിയാസ് ചർച്ചും ഫിഷർമാൻ ബാസ്റ്റനും കാണാൻ പറ്റും. മത്തിയാസ് ചർച്ച് കാണാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. ഞാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത ഒരു ഗോത്തിക് ആർക്കിടെക്ചറാണ് ഈ ചർച്ചിനുള്ളത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ചർച്ചൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ ഫുൾ ലൈറ്റ്സ് ഓൺ ആയിരുന്നു. നല്ലൊരു ക്രിസ്മസ് വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ നിന്ന് പാർലമെൻറ്റ് രാത്രിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ ഞാൻ ഡിന്നർ കഴിക്കാൻ പോയി. ഞാൻ അവരുടെ ട്രഡീഷണൽ സൂപ്പായ ഗുലാഷും ഈ ചിമ്മിനി കേക്കുമാണ് കഴിച്ചത്. ഇതുള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് ഈ ഫാഷൻ സ്ട്രീറ്റിലായിരുന്നു കേട്ടോ. അവിടെ കുറേ കടകളുണ്ടായിരുന്നു, നല്ല തിരക്കുമായിരുന്നു അവിടെ. ഫാഷൻ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ ഈ ജെയിൻ വീൽ കയറാനായിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. സോ ഞാനൊരു ടിക്കറ്റ് എടുത്ത് അതിൽ കയറി. അങ്ങനെ ജെയിൻ വീലിൽ നിന്ന് ബുഡാപെസ്റ്റിൻ്റെ നല്ലൊരു വ്യൂ ആസ്വദിച്ച് ഞാൻ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.